മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഗുരുവായൂർ അമ്പലം ശ്രീകൃഷ്ണന്റെ ഉജ്ജ്വലമായിട്ടുള്ള പ്രാർത്ഥനാ കേന്ദ്രം, ഹൈന്ദവ ജനതയുടെ സ്വർഗം എന്ന് പറയുന്ന ആ ഗുരുവായൂർ അമ്പലത്തില് ഹിന്ദുക്കൾ സമർപ്പിക്കുന്ന വഴിപാട്, ഹിന്ദുക്കൾ സമർപ്പിക്കുന്ന എല്ലാം എടുത്തിട്ടാണ് ആ അമ്പലത്തിൻ്റെ കീഴിലുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നടക്കുന്നത്. ആ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ കീഴിലുള്ള കോളേജാണ്. ആ കോളേജിനകത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ അതിവികൃതവും വൃത്തികെട്ടതുമായിട്ടുള്ള കുറേ ചുമരെഴുത്തുകൾ ശബരിമല ശാസ്താവിനെ കുറിച്ചും അവിടെ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ കുറിച്ചും സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ചും ആർത്തവ രക്തത്തെക്കുറിച്ചും അത് അരവണയും അപ്പവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയും കുറേ വികൃതമായ പോസ്റ്റുകൾ, ഹിന്ദുവിൻ്റെ വഴിപാട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ പേരുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ ഭരണത്തിൻ്റെ സാരഥികളുടെ കീഴിലുള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ കീഴിലുള്ള ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ കോളേജിൽ ഗുരുവായൂര് ഈ നമ്മളെ ഭരിക്കുന്ന ഇടതുപക്ഷക്കാരുടെ യുവസംഘടന ഒട്ടിച്ചു എങ്കിൽ ആ ഹൈന്ദവരെ മറ്റ് സ്ഥലത്തിലുള്ളവരും മറ്റു മതത്തിലുള്ളവരും അപകീർത്തിപ്പെടുത്തുന്നത് ഒരു വശം, ഇതിനകത്തുള്ള ബുദ്ധിജീവികളും യുക്തിവാദികളും അവഹേളിക്കുന്നത് വേറൊരു വശം, മതം മാറി പോകുന്നവര് സ്വന്തം മാതൃധർമ്മത്തെ അവഹേളിക്കുന്നത് വേറൊരു വശം, ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും മാത്രമുള്ള കേരളത്തില് 4 ലക്ഷത്തോളം അച്ഛന്മാരും കന്യാസ്ത്രീകളും മതപരിവർത്തന തൊഴിലാളികളും ഭാരതത്തെ മുഴുവനും മതപരിവർത്തനം ചെയ്യാൻ പോപ്പിന്റെ അനുവാദത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വേറൊരു വശം, ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്പ് മുഴുവനും മതപരിവർത്തനം നടത്തി, 2ാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും മതപരിവർത്തനം നടത്തി, 3ാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും ഏഷ്യൻ രാജ്യങ്ങളെയും മതപരിവർത്തനം നടത്തണമെന്ന് 2000 ആണ്ടില് ദീപാവലി ദിവസം 4000ഓളം ബിഷപ്പുമാരോട് ആ പോപ്പ് ആഹ്വാനം ചെയ്തത് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നറിയാൻ ഈ വർഷം പോപ്പ് വീണ്ടും കേരളത്തിലേക്ക് ചോദിച്ചു വാങ്ങിയ ക്ഷണവും അനുസരിച്ചിട്ട് വരുന്നുണ്ട്. ഈ ഇന്ത്യയെ മതപരിവർത്തനം ചെയ്യാൻ എത്രത്തോളം വർക്ക് ചെയ്തു, എത്ര പൈസ വരുന്നുണ്ട്, അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, എത്ര പള്ളികൾ വരുന്നുണ്ട്, എത്ര സ്കൂളുകൾ വരുന്നുണ്ട്, എത്ര പേരെ ഓരോ സ്ഥലത്ത് മതം മാറ്റി, അതിന് ഗവൺമെന്റിന്റെ തടസ്സമുണ്ടോ, ആ തടസ്സമുണ്ടെങ്കിൽ പബ്ലിക് ലോകത്തിലെ ക്രൈസ്തവ രാജ്യങ്ങളുടെ അഭിപ്രായം സമന്വയിപ്പിച്ച് ഭാരത ഗവൺമെന്റിനെ എതിർത്ത് ഇത് ഒരു പൊതു പുറമ്പോക്കായിട്ട് എല്ലാവരെയും മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പോപ്പ് വീണ്ടും ഇവിടെ വരുന്നുണ്ട്. ആ പോപ്പിന്റെ നേതൃത്വത്തില് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സാധിക്കുന്നിടത്തോളം ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നു, മുസ്ലിങ്ങൾ സാധിക്കുന്നിടത്തോളം ഹിന്ദുക്കളെ ലവ് ജിഹാദ് പോലെയുള്ളതിലൂടെ മതപരിവർത്തനം ചെയ്യുന്നു, ഹിന്ദു ജനതയെ ഇവിടുത്തെ ഇടതുപക്ഷവും ഭരണപക്ഷവും സാധിക്കുന്നിടത്തോളം അവഹേളിക്കുന്നു. അതുകൂടാതെ ഏത് ഹൈന്ദവ ജനതയുടെ സമ്പത്ത് കൊണ്ടാണോ ഒരു കോളേജ് നടത്തുന്നത്, ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിന്റെ മൂടുപടമണിഞ്ഞ് ആ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഉൾക്കൊണ്ട ശ്രീകൃഷ്ണ കോളേജില് ശബരിമല ശാസ്താവിനെയും അതുപോലെ തന്നെ അവിടെയുള്ള നിയമ ആചാരങ്ങളെയും ശരിയാവട്ടെ തെറ്റാവട്ടെ അതെല്ലാം എഴുതി വെക്കാൻ കണ്ടത് ഹിന്ദുവിന്റെ പൈസ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കോളേജിനകത്താണെന്നുള്ളത് കൂടി നോക്കണം. പണ്ട് അതേ കോളേജിൽ ഞാനൊരു പ്രഭാഷണത്തിന് പോയപ്പോ ആ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവിടെ SFIക്കാർ കാണിച്ചു കൂട്ടിയത് വളരെ വികൃതമായിരുന്നു. ഒരു നോട്ടീസിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനെ കുറിച്ച് ഒരു വരി ഞാൻ എഴുതിയത്, ആ വരി കണ്ടിട്ടാണ് ആ കോളേജുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാര് പുറത്തുനിന്ന് വന്ന് ആ നോട്ടീസ് എടുത്ത് ആ പുസ്തകം മുഴുവനും അടിച്ച് തകർത്ത് ഇത് മുഴുവനും ഇവിടെ കച്ചവടം നടത്താനുള്ളതല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചത്. ആ അനുഭവം ഉണ്ടായത് ഒരേ ഒരു ഹിന്ദുവിന്റെ പേരുള്ള ഹിന്ദുവിന്റെ വഴിപാട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഹൈന്ദവ രക്തത്തിന്റെ വിയർപ്പ് കൊണ്ട് നിലനിൽക്കുന്ന ഈ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിലാണ്. ആ കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രം വേദന തോന്നുക.
അത് ഹിന്ദുക്കളായ SFIക്കാരാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ല, ഹിന്ദുക്കളായ SFIക്കാര് ഒരു പക്ഷേ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ജീവിതാന്ത്യം വരെ കണ്ണുനീര് കുടിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു ചെറിയ വിഭാഗം അധികാരം പിടിക്കാനോ അല്ല ഞങ്ങൾ വിചാരിച്ചാൽ പലതും സാധിക്കുമെന്ന് പ്രഖ്യാപിക്കാനോ വേണ്ടി അന്ന് ചെയ്തതിന്റെ പുനരാവിഷ്കരണം ഇവിടെ ഇന്ന് നടക്കുന്നു. ഓർമ്മിക്കുക, ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചുരുങ്ങി 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 എവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് ബാങ്കിന് വേണ്ടി ചിലതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നിലനിൽക്കേണ്ടതേ നിലനിൽക്കുള്ളൂ, അല്ലാത്തതിനെ കാലചക്രം അടിച്ചു തെറിപ്പിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു. ഹൈന്ദവ ജനതയെ അവഹേളിക്കാം, അതിന് ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും കൂട്ടുപിടിക്കാം. ഹൈന്ദവ ജനത ആരുടെയും മെക്കെട്ട് കയറാൻ പോയിട്ടില്ല. അവരവരുടെ പൈതൃകത്തിനെ പഠിക്കുന്നു. അവരുടെ വീട്ടിൽ നിന്ന് തന്നെ മതപരിവർത്തനം നടക്കുമ്പോഴും സൈലന്റായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈന്ദവ അമ്പലങ്ങളുടെ തൊട്ടടുത്ത് പള്ളികള്, ഹൈന്ദവ വീടുകളുടെ തൊട്ടടുത്ത് പ്രാർത്ഥനാലയങ്ങള്, ഹൈന്ദവ ജനതയെ ചതിച്ചും വഞ്ചിച്ചും പെന്തക്കോസ്തുകാര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ദൂരെ മാറി നിന്ന് കണ്ടു നിന്ന് കരയാൻ മാത്രം സാധിക്കുന്ന ഹൈന്ദവ ജനതയെ അവഹേളിക്കുന്നത് നിർത്തണമെങ്കിൽ ശക്തിയായിട്ടുള്ള ശരീരവും ശക്തിയായിട്ടുള്ള മനസ്സും വേണം, പ്രവർത്തിക്കാൻ കഴിവുള്ള അറിവും വേണം, പൈതൃകത്തോട് അഭിമാനവും ബഹുമാനവും അത് പഠിപ്പിക്കാനുള്ള ചങ്കൂറ്റവും കൂടി ഉണ്ടാകണമെന്ന് ഈ വേദിയിൽ ഈ വേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.